തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരണം 13 തൃശൂരിലെ വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിലാണ് മരണസംഖ്യ 13 ഉയർന്നിരിക്കുന്നത്. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 3 പേർ മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണ്. അങ്ങനെ 3 സ്ത്രീകൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. 13 പേർ മെഡിക്കൽ കോളേജിലെ ബേണിംഗ് ICUവിൽ ഇപ്പോൾ ചികിത്സയിലാണ്. 12 വെടിക്കെട്ട് പുരകൾ കത്തിനശിച്ചു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഉഗ്രസ്ഫോടനത്തിന്റെ ഭീതിതമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഉച്ചയ്ക്ക് 2:30 ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏതാണ്ട് 40ഓളം പേർ അവിടെ വിവിധ വെടിപ്പുരകളിലായി ജോലിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ തൊഴിലാളികളും മലയാളികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 12ഓളം വെടിപ്പുരകളാണ് ഉണ്ടായിരുന്നത്. ഈ വെടിപ്പുരകളെല്ലാം തന്നെ കത്തിനശിച്ചു. തൃശൂർ പൂരത്തിന് വേണ്ടുന്ന തൃശൂർ പൂരത്തിന് വേണ്ടുന്ന വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാക്കുന്ന വെടിപ്പുരകളായിരുന്നു ഇത്. അവിടെ എല്ലാ വെടിപ്പുരകളും കത്തിനശിച്ചു. എന്നാൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി. പിന്നീട് വൈകുന്നേരത്തോടുകൂടിയാണ് രക്ഷാപ്രവർത്തകർക്ക് വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്ന ഇടത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം സാധ്യമായത്. എന്നാൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ 7:30 ശേഷം വീണ്ടും സ്ഫോടനമുണ്ടായത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. എന്തായാലും ഇപ്പോൾ വീണ്ടും രക്ഷാദൗത്യം അവിടെ തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വലിയ കനത്ത പുകയും തീ ആളിപ്പടരുന്നതും ഒപ്പം തന്നെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതുമാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യ മണിക്കൂറുകളിൽ തടസ്സം സൃഷ്ടിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ സജ്ജമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ പ്രയോജനപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിരുന്നു. അപകടത്തിൽ വിശദമായ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയ്ക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അപകടത്തിന്റെ കാരണവും അതിന്റെ അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതിലൊരു 5 പേര് സീരിയസ് ആണ്, ഒരാൾ വെന്റിലേറ്ററിലാണ്. ഡ്രോൺ പരിശോധന, റോബോട്ടിക് പരിശോധനയൊക്കെ ഇന്ന് നടക്കാൻ സാധ്യത. ഡ്രോൺ പരിശോധന ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. ഈ 5 പേരും ഈ ബേൺ ICUവിലാണോ? അതെ. ഈ ലൈസൻസി ആയിട്ടുള്ള വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറയാം. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? തൊഴിലാളികളെല്ലാം അതിന്റെ കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എല്ലാവരും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? അതോ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള? അതെല്ലാം നമുക്കിനി ആളുകളെ തിരിച്ചറിഞ്ഞ് റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് മാത്രമാണ് ഫർദർ ഡീറ്റെയിൽസ്. 7 പേരാണ് നമുക്ക്. ബാക്കിയുള്ള 5 മൃതദേഹ അവശേഷമാണ്. നമ്മൾ ഇന്ന് വേർപെട്ടവരുടെ വേർപാടിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള അഗാധമായ ദുഃഖം ഗവൺമെൻറ്റിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡികൾ ബന്ധുക്കൾ കൂട്ടിക്കൊടുക്കാൻ ആവശ്യമായ പണി ഇപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം തുടങ്ങിക്കഴിഞ്ഞു. കാരണം സാധാരണഗതിയിൽ നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓർഡർ അനുസരിച്ച് 9 to 4 ആണ് ഫോറൻസിക് ടൈം. അതൊന്നും നോക്കാതെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു ഒരു മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന രംഗം ഈ മെഡിക്കൽ കോളേജ് മാതൃകാപരമായിട്ടാണ് ഈ മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് അഭിനന്ദിക്കാതിരിക്കുക. എല്ലാ ഡോക്ടേഴ്സും ഇവിടെ അത്തരം സംഭവം ഉണ്ടായി എന്നുള്ള വിവരം മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ച് അതിലെ സീപ്പർമാർ മുതൽ ഡോക്ടർമാർ വരെയുള്ളവരെ ഒന്നിച്ചൊരു ടീമായി അണിനിരന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ വന്ന ബോഡികൾ ഇപ്പം തന്നെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതൊക്കെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള രൂപത്തിലേക്ക് രാത്രി തന്നെ അവർ ഈ കാര്യങ്ങൾ സാധാരണഗതി ചെയ്യാറില്ലാത്ത കാര്യം ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ആ പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വിവരമേ ഉള്ളൂ. ആ കൊച്ചു പറഞ്ഞത് ഒരു 42 പേര് കാണുമെന്നാണ് സൂചിപ്പിച്ചത് ഒരു സംഭവം. പക്ഷേ അതെല്ലാം കൃത്യമായി ഇനി
നമുക്കതിലെ ഓരോന്നും കണക്കെടുത്ത് കിട്ടിയെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അത് വിശദമായി അന്വേഷിച്ച് പറയാം. 7 പേരുടെ മരണമാണ് നേരത്തെ സ്ഥിരീകരിച്ചത്. ഇതിന് 8 8 എന്ന് പറഞ്ഞ് ഒരാളെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു ചെയ്തുകൊണ്ട്. അതെ, കിട്ടിയത് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ആളാരാണെന്ന്. അങ്ങനെയാണ് 8 എണ്ണം പറഞ്ഞത്. ബാക്കിയുള്ളത് പാർട്സാണ്. അതോടെ നോക്കി DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം സ്ഥിരീകരിക്കും. അല്ല, മറ്റ് ചെറിയ ചെറിയ പരിക്ക് പറ്റിയുള്ള വേറെ ഉണ്ട്. ഞങ്ങൾ ICയിലുള്ള 10 പേരുടെ കാര്യമാണ് പറഞ്ഞത്. എന്തോ ആദ്യം അവിടുത്തെ പ്രാഥമിക ആശുപത്രിയിൽ കയറി ചെറിയ പരിക്കുള്ളവരെ കാണിക്കാൻ വേണ്ടി പോയിരുന്നതായി ഇവർ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട പരിക്കുകളുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ സൂചിപ്പിച്ച 10 പേരാണ്. ആ 10 പേരിൽ ഒരു ബിലോ 50 മാത്രം പൊള്ളലിൻ്റെ പെർസെൻറ്റേജ് ഉള്ളത് 2-3 പേരുള്ളൂ. ബാക്കി എബവ് 50 ആണ്. അതെ, അതിൽ 2 പേര് വെന്റിലേറ്റർ, 3 പേർ ഗുരുതരം. ഇതാണ്. യെസ്. മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രോട്ടോകോൾ പ്രകാരം 4 മണിവരെയാണ് സമയമെങ്കിലും അതൊന്നും നോക്കാതെ ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 8 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ICUവിൽ ഉള്ളതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. 50%-ലധികം പൊള്ളലേറ്റവരുണ്ട് എന്ന് പറയുന്നു. വലിയൊരു ദുരന്തമാണ് ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിൽ തൃശ്ശൂരിൽ മുണ്ടക്കത്തോടുണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകുമെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോൾ നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. നവമി, ഏറ്റവും ഒടുവിൽ മന്ത്രി VN വാസവനാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. 40 പേരോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയിടത്ത് ഇപ്പോൾ 42 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ് മന്ത്രി നൽകുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? രേണുക, മന്ത്രി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, ഇപ്പോൾ 8 പേര് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വന്നാൽ 13 ഒക്കെ പറയുന്നു. അങ്ങനെ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. 13 എന്ന് പറയുന്നതിൻ്റെ കണക്ക് ഇപ്പോൾ കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സുകൾ ചേർത്ത് വെച്ച് ആരൊക്കെയാണെന്ന് സ്ഥിരീകരിക്കും. DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 13ഓളം വരാം എന്നുള്ള ആ കണക്ക് ശരിയാണ്. പക്ഷേ അതാരാണെന്ന് മനസ്സിലാക്കാതെ ഇത്ര പേരും നമ്മൾ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് 8 ഞാൻ സ്ഥിരീകരിച്ച് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ഞങ്ങളിപ്പോൾ ഫോറൻസിങ്ങിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം. ഈ സ്ഥലത്ത് ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ പോയിരുന്നു. സംഭവം ഉണ്ടായ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അവിടെ ഇപ്പോഴും ഒരു സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഏത് സമയത്തും ഒറ്റപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥ ഉണ്ടെന്നാണ് നിൽക്കുന്ന ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് അകത്ത് കയറിപ്പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സ്കൂബ ടീമിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ പരിശോധിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.